കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ആശ്വാസമായി. നേരം കൈ മേനായിട്ട് നിവൃത്തിയില്ല. അതെ കൊണ്ടാവും ഇവിടത്തൊക്കെ ഒപ്പിക്കാൻ. രാഘവേട്ടനെ ഒരാളെ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞില്ലേ, ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, രാഘവേട്ടനല്ലേ? നിങ്ങളന്ന് പറഞ്ഞില്ലേനു ഒരാളുണ്ടെന്ന്. അത് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ആണോ? നിങ്ങൾ ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞയച്ചേക്ക് ആണോ? ആ ആ ആ ആയിക്കോട്ടെ, അതൊരു ഉപകാരമായി. ആ ആ ആ ഓ ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്നാൽ. ആ ശരി. ഓ സമാധാനമായി. രാഘവേട്ടൻ പറഞ്ഞ ആളായിരിക്കും. ആരേനു? രാഘവേട്ടൻ പറഞ്ഞിട്ട് വന്നേനു. ആ ആ രാഘവേട്ടൻ പറഞ്ഞേനോ ഇപ്പം വരുമെന്ന്. ആ വാ മോള് കയറി വാ. രാഘവേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചില്ല എത്ര ചെറിയ കുട്ടിയായിരിക്കുമെന്ന്. ഇരിക്കി. നീ ഒന്നും പഠിക്കാനൊന്നും പോകുന്നില്ല? പഠിക്കാൻ ഞാൻ +2 വരെ പഠിച്ചിട്ടുള്ളൂ. +2 കഴിഞ്ഞിട്ട് നിർത്തിയതാ. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനത്തെ പണിക്കൊക്കെ പോവുക? അത് വീട്ടിലെ സാഹചര്യം കൊണ്ടാ. അമ്മ വയ്യാണ്ട് കിടക്കുക, അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിലേ മരിച്ചുപോയി. എനിക്കൊരു ചേച്ചിയുള്ളത്, ചേച്ചീൻ്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വേറെ വഴിയില്ല, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട്. അമ്മയും ജോലിക്ക് പോയിരുന്ന ആളായിരുന്നു, പക്ഷെ ഇപ്പം തീരെ വയ്യ. അതുകൊണ്ട് ഞാൻ പിന്നെ പോകാൻ തുടങ്ങിയതാ. നിനക്കാവും ഇവിടുത്തെ പണിയൊക്കെ ചെയ്യാൻ, കുറേ തുടയ്ക്കാനൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ 2-3 വീട്ടിൽ നിന്നുണ്ട്, അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ പഠിച്ച് ഇപ്പം കുഴപ്പമില്ല. കഷ്ടമായിപ്പോയി. എന്നാ വാ, ഞാൻ കാണിച്ചു തരാം. ഇന്നിപ്പോൾ എല്ലാം കഴിഞ്ഞതാണ്, നാളെ തൊട്ട്. ആ ഇത് എവിടെയാ വെക്കുക? മോള് എന്നാലും സഞ്ചി തൽക്കാലം ഇവിടെ വെച്ചോ. മോനെ അവിടെ ഉറങ്ങുന്നുണ്ട്, ഓൻ എണീറ്റില്ല. ഓനെ വിളിക്കട്ടെ. ഇവിടെ വേറെ ആരൊക്കെയുള്ളേ? വേറെ 5 മക്കളുണ്ട്. മോനുണ്ട് ഉറങ്ങുന്ന, മോളുണ്ട് മുകളില്. മോനെന്താ ചെയ്യുന്നത്? മോൻ +2 പഠിക്കുക. മോളോ? മോള് ഡിഗ്രിയാണ്. ആ ആ ഇന്നിപ്പോൾ ഇനി എന്താ പണിയുള്ളത്? ഇന്നിപ്പോൾ എന്താ കറിയൊക്കെ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം എന്തേലും നോക്കാം. പാത്രം കഴുകാൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ മോനെ വിളിക്കട്ടെ, ഓൻ എണീറ്റില്ല. അല്ല, ഇതുവരെ എണീച്ചില്ലേ മോനെ? മോനെ എണീക്കടോ. രാഘവേട്ടൻ പറഞ്ഞ ആള് വന്നേക്ക്. ചെറിയൊരു കുട്ടിയാ മോനെ. കുട്ടിയോ? +2 പഠിക്കുന്ന ചെറിയൊരു കുട്ടിയാ. എന്നെ പോലെ ഒച്ച വരെ ഉറങ്ങുമൊന്നുമല്ല. വേമ്പാ, നീ ഉറങ്ങല്ലേ? ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, വേമ്പാ. മോളെ കുറച്ച് പാത്രം ഉണ്ടായി, അവയ്ക്ക് ഒന്ന് കഴുകി വെച്ചെന്നാലും. ഞാൻ കേൾക്കോളാം. അതൊക്കെ ഉണ്ടേ. അമ്മേ, അമ്മേ ഞാൻ പോവാട്ടോ അമ്മേ. മോളെ പുറപ്പെട്ടോ? അമ്മേ ഞാൻ പോട്ടെ. അടക്ക് മോളെ, പോവല്ല. നിങ്ങൾക്ക് ഇവളെ കാണണ്ടേ? ആരെ? അതില്ല മോളെ, ഇവളന്ന് രാഘവേട്ടനോട് പറഞ്ഞില്ലേ ഒരാളെ വേണമെന്ന്. അത് ഇന്ന് വന്നേക്ക്. ഒരു ചെറിയ കുട്ടിയാ, എന്നെ പോലെയുള്ള. ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. മോളെ ഇതാ എൻ്റെ മോള്. എന്താ പേര്? റിയ. ഇപ്പൊ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ്. ഇങ്ങി പോകുന്നുണ്ടേ. മോളും ഇപ്പം എത്തൂലേനോ, ലാസ്റ്റ് ഇയർ ഒക്കെ അല്ലേ. എന്നാ ഞാൻ പോയി വരട്ടോ അമ്മേ. ശരി. വരണേ മോളെ. അല്ലടോ, ഫോണ് കളിക്കുക തന്നെയാ മോനെ. എൻ്റെ 2 അക്ഷരം പഠിച്ചോ. ഏത് നേരം നോക്കിയാലും 24 മണിക്കൂർ ഫോണ്. എൻ്റെ കണ്ണടിച്ചു പോട്ടോ. അമ്മ, ഞാൻ ഫോൺ എടുക്കുമ്പോ മാത്രം നിങ്ങൾ കാണൂലല്ലോ, ബുക്ക് എടുക്കുമ്പോ കാണൂലല്ലോ. അതിന് മോൻ പുസ്തകം എടുത്തിട്ട് വേണ്ട അമ്മ കാണാൻ. എപ്പം നോക്കിയാലും ഇതാ ഉണ്ടാവുക. മതി അമ്മ, ഒന്ന് പോവാൻ നോക്ക്, വെറുപ്പിക്കാണ്ട്.
നിനക്കൊക്കെ സൗകര്യം കൂടിപ്പോയിട്ടാടാ. ആന്ന് ആ കുട്ടിയൊക്കെ ഇങ്ങനെ നോക്ക് വന്ന് കഷ്ടപ്പെടുക. എപ്പം നോക്കിയാലും ഫോണ്. അല്ല നല്ലോണം പഠിച്ചിട്ടുണ്ട്. എനിക്ക് തന്നെയല്ലേ നല്ലത്. എന്താ മോളെ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഇരുന്നതാ. എന്താ ഒരു വിഷമം പോലെ? എന്താ പറഞ്ഞോ? അത് എൻ്റെ ഫ്രണ്ട് നേരത്തെ ഇതിൽ പോയിണ്ടായിരുന്നു. അപ്പോൾ ഓള് എന്നോട് പറഞ്ഞ് ഓള് ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിക്ക് ചേരുക. അപ്പം എന്നോടും കൂടി ചേരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്രയും പൈസ കൊടുത്ത് ഫീസ് അടച്ചൊന്നും പഠിക്കാനുള്ളൊരു ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അത് സാരല്ല, മോള് ചേർന്നോ? ഓളോട് ചോദിക്ക്. കുറച്ച് പൈസ ആണെമ്പോൾ എന്തെങ്കിലും ചെയ്യാം. കുറച്ച് പൈസ ഒന്നും ആയിരിക്കില്ല. അല്ലെന്നാലും ഇങ്ങനെ ചോദിച്ചു നോക്ക്. ഞാൻ അങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അത് വേണ്ട, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അല്ല, അതുമ്പൊക്കെ എന്തെങ്കിലും ചെയ്യാം. ശമ്പളത്തിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഇനി ഒന്ന് ഓളെ വിളിച്ച് ചോദിച്ചു നോക്ക് കേട്ടോ. എന്നാലും പഠിക്കേണ്ട കാര്യത്തിനല്ലേ, ഒരു നല്ല കാര്യത്തിനല്ലേ. ഇനി ആരോടും പറയണ്ടെങ്കിൽ ഓളെ വിളിച്ച് ചോദിച്ചു നോക്കണ്ട കേട്ടോ. സാരല്ല, അതിനൊന്നും ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട. പക്ഷെ അതല്ല, ഫോണൊന്നും ഇല്ലാണ്ട് എന്തായാലും പഠിക്കാൻ പറ്റില്ല. കാരണം ഓൺലൈനിലാണ് അധികം ക്ലാസ് ഉണ്ടാവുക. ഇടയ്ക്ക് മാത്രമേ ക്ലാസ് പോകണ്ടുള്ളൂ. അപ്പോൾ ഫോൺ എനിക്ക് സാധാ ഫോണല്ലേ ഉള്ളൂ. അല്ല, ഇവിടെ മോൻ്റെ അടുത്തൊരു പഴയ ഫോണുണ്ട്. ഞാൻ ചോദിച്ചു നോക്കട്ടെ. അത് ചിലപ്പോൾ സിമ്മ് മാറ്റിയിട്ടാൽ. ഞാനിപ്പോൾ വന്നിട്ട് നിങ്ങൾക്കൊരു വലിയ ബുദ്ധിമുട്ടായില്ല. അത് സാരല്ല, ആ ഫോൺ ഇവിടെ അവൻ വെറുതെ കളിക്കുന്ന. അത് മോക്ക് ഞാൻ വാങ്ങിത്തരാം. അവനോട് ചോദിച്ചു. മോനെ, മീൻ തീറ്റ കൊടുക്കാം മോനെ. പിന്നല്ലേ മോൻ്റെ അടുത്തില്ല അതിനൊരു പഴയ ഫോണ്? ഏത് ഫോണ്? അത് അടിയടി ഉണ്ട്. അത് ഞാൻ ഗെയിം കളിക്കാൻ എടുക്കുന്ന. എന്തിനാ നമുക്ക്? അത് മോനെ, ഇവിടെ വന്ന കുട്ടിക്കില്ലേ അതിനൊരു ഫോണ് വേണം പോലെ. അതിൻ്റെ ഉള്ള സാധാരണ ഫോണ്. അതിൽ പഠിക്കാനൊന്നും പറ്റൂലോ അല്ലേ. ഓൾ ഇങ്ങോട്ട് ചോദിച്ചൊന്നുമല്ല കേട്ടോ. അമ്മ അങ്ങോട്ട് പറഞ്ഞാ മോനെ. മോൻ്റെ അടുത്തൊരു പഴയ ഫോണുണ്ടെന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു, അതുകൊണ്ടാണ്. ഓ, ഈ അമ്മ ഓരോന്ന് കണ്ടുപിടിച്ച് വന്നോളൂ. അത് ഞാൻ ഗെയിം കളിക്കുന്നതായിരുന്നു. ആ അടി ഉണ്ട്. ആ എടുത്ത് കൊടുത്തേക്കാം മാടാ. ആയിക്കോട്ടെ മോനെ, പാവല്ലേ, ഒരു ഉപകാരം. അമ്മ എടുത്തു കൊടുക്കട്ടെ. ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ. എന്നാ മോളെ, ഇതാ പറ്റുമോ നോക്കിക്കോ. അയ്യോ, അമ്മ ഇപ്പം തന്നെ എടുത്തെന്ന് തോന്നോ? ആ മോൻ്റെ അതാ പഴയതാ, മോൻ പറഞ്ഞതാ. ആണോ? ആ, താങ്ക്സ് അമ്മേ. ആയിക്കോട്ടെ, നമുക്ക് പഠിക്കാൻ വേണ്ടിയല്ലേ, ഒരു ഉപകാരം ആയിക്കോട്ടെ. ഈശ്വര, നല്ല ഫോണാണല്ലോ. എനിക്ക് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഫോൺ കിട്ടാനും പിന്നെ നല്ല ആൾക്കാരെ വീട്ടിൽ പണിയെടുക്കാൻ വരാനും. എന്തായാലും എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറയണം. നമ്പർ ഞാൻ വീട്ടിലല്ലേ വെച്ച്, വീട്ടിൽ പോയിട്ട് വിളിക്കാം.